തിരുവനന്തപുരത്ത് MDMA-യുമായി യുവാക്കൾ പിടിയിൽ. ആനാട് സ്വദേശി ഗോകുൽ, പെരിങ്ങമല സ്വദേശി കിരൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. 145 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ഗോപാൽ ഷീലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ പിടിയിലായവരെ പറ്റി എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, ഓണക്കാലം വരുന്നത് പ്രമാണിച്ച് അതിർത്തി മേഖലകളിൽ വലിയ ലഹരി പരിശോധനയാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അത്തരത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ നെയ്യാർ ഡാം കള്ളിക്കാട് ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ട് യുവാക്കൾ പിടിയിലാകുന്നത്. ബൈക്കിൽ ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഈ യുവാക്കൾ ലഹരി മരുന്ന്. 145 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ആനാട് സ്വദേശിയായ ഗോകുൽ, അതിനോടൊപ്പം തന്നെ പെരിങ്ങമല സ്വദേശിയായ കിരൺജിത്ത് എന്നീ രണ്ടുപേരാണ് പിടിയിലായിട്ടുള്ളത്. രണ്ടുപേരെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇവർ എവിടെ നിന്നാണ് ലഹരി കൊണ്ടുവരുന്നത്, ഇതിനു മുൻപ് സമാനമായ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു. അപ്പോൾ അതിൽ മുൻപും സമാനമായ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലും ജില്ലയിലും വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥികളെയും അല്ലാതെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് യുവാക്കൾ സമ്മതിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകളോ മറ്റാരെങ്കിലും ഈ കണ്ണികൾ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. രണ്ടുപേരെയും ഇന്നത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.